നമ്മൾ എവിടേക്കാ പോയതെന്ന് അറിയണ്ടേ? ജനൽപ്പാളികളിലൂടെ തട്ടി വിളിക്കുന്ന തണുത്ത കാറ്റിന് ഇപ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. കാരണം സമതലങ്ങളെയെല്ലാം പിന്നിലാക്കി ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ മലമുകളിലേക്ക് കുതിക്കുകയാണ്. മഞ്ഞിൻ്റെയും മലനിരകളുടെയും സ്വന്തം നാട്, കുന്നുകളുടെ രാജ്ഞി. ഞങ്ങൾ പോവുകയാണ് ഡാർജിലിംഗിലേക്ക്. പക്ഷേ ഡാർജിലിങ്ങിൻ്റെ ആ പ്രധാന മണ്ണിലേക്ക് എത്തുന്നതിന് മുൻപ് മേഘങ്ങൾ വന്നു മൂടിയ അധികമാരും കാണാത്തൊരു മാന്ത്രിക ലോകം ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. പെഷോക്ക്. അങ്ങോട്ടുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളിലേക്ക്. സേവോക്കിലെ പ്രശസ്തമായ കോർണേഷൻ ബ്രിഡ്ജിൻ്റെ പ്രവേശന കവാടമാണിത്. സമതലങ്ങളെയും ഹിമാലയൻ പർവ്വതനിരകളെയും കൃത്യമായിട്ട് വേർതിരിക്കുന്ന ഇടമാണിതെന്ന് കൂടി പറയാം. ഇവിടെ നിന്നാണ് ഹിമാലയത്തിൻ്റെ മലനിരകളുടെ ആരംഭം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ, അതായത് 1941 പണിതീർത്ത ഈ പാലം ഇവിടുത്തെ മലയോര പാതകളുടെ ഒരു പ്രധാന ലാൻഡ്മാർക്കാണ്. പാലത്തിൽ കൂടി കയറി കഴിഞ്ഞാൽ കലിംപോങ്ങിലും സിക്കിമിലും പോകാനുള്ള വഴിയായി. ദേ ഞങ്ങളുടെ പുറകിലായി കാണുന്ന ആർത്തുല്ലസിച്ചു പോകുന്ന പാലത്തിൻ്റെ അടിയിലൂടെ പോകുന്ന ഈ നദിയുടെ പേര് തീസ്ത റിവർ എന്നാണ്. സിക്കിമിൻ്റെയും ഡാർജിലിങ്ങിൻ്റെയും ജീവരേഖയെന്ന് വിളിക്കാവുന്ന നദി. തീസ്ത നദിയുടെ ഭംഗിയും കോർണേഷൻ ബ്രിഡ്ജിൻ്റെ ഭംഗിയും ഒക്കെ ഒരു കുറച്ച് പോർഷനൊക്കെ പോയി നമ്മൾ ആസ്വദിച്ചതിന് ശേഷം തിരികെ ഞങ്ങൾ കാറിലേക്ക് മടങ്ങി. ഞങ്ങൾക്ക് പോകേണ്ടത് ഡാർജിലിംഗ് ഏരിയയിലോട്ടായതുകൊണ്ടിട്ട് കോർണേഷൻ ബ്രിഡ്ജ് വഴിയുള്ള ക്രോസിംഗ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല. ഈ കാണുന്ന തീസ്ത നദി വെറും ഒരു പുഴയല്ല, സിക്കിമിൻ്റെ ജീവനാഡിയാണ്. അതായത് 5200 അടി ഉയരത്തിലുള്ള ചോ ലാമോ തടാകത്തിൽ നിന്നാണ് ഇതിൻ്റെ യാത്ര തുടങ്ങുന്നത്. പിന്നീട് ബംഗ്ലാദേശിലേക്ക് ഒഴുകിച്ചേരുന്ന ഈ നദി ഇവിടുത്തെ ടൂറിസത്തിൻ്റെയും കൃഷിയുടെയും പ്രധാന ഘടകമാണ്. ഇവിടെ അധികവും ചെറിയ ഇടുങ്ങിയ റോഡുകളാണ്. അപ്പോൾ ഇതുപോലെ കുറേ ബ്ലോക്കൊക്കെ പ്രതീക്ഷിച്ച് വേണം നിങ്ങളങ്ങോട്ട് പോകാൻ. നമ്മുടെ ഡ്രൈവറിൻ്റെ പേര് ഡൊണാജ് എന്നാണ്. അപ്പോൾ ഡൊണാജ് ചേട്ടൻ ഇതിൻ്റെയൊക്കെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം വഴിയെ പറഞ്ഞു തരാം. പെഷോക്കിലോട്ടുള്ള യാത്രയിലെ ആദ്യത്തെ വ്യൂ പോയിൻ്റ് ആയിരുന്നു ഈ കോർണേഷൻ ബ്രിഡ്ജ്. അതിനുശേഷം നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മുടെ അടുത്ത രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക്. അവിടെയും കണ്ടതിന് ശേഷമാണ് നമ്മൾ പെഷോക്കിലോട്ട് എത്തുന്നത്. ബാഗ്ദോഗ്ര എയർപോർട്ടിൽ നിന്നും മലനിരകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട് പെഷോക്കിലേക്ക്. രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്കുള്ള യാത്രക്കിടയിൽ നമുക്ക് ഇതുവരെ ആയിട്ടുള്ള എക്സ്പെൻസിനെ പറ്റി സംസാരിക്കാം. റെഡ് ബസ് വഴി എറണാകുളം മുതൽ ബാംഗ്ലൂർ കെമ്പഗൌഡ എയർപോർട്ട് വരെ ബുക്ക് ചെയ്ത സ്ലീപ്പർ AC ബസ്സിന് 2520 രൂപയാണ് ആയത്. ബാംഗ്ലൂരിൽ നിന്ന് ബഗ്ദോഗ്ര എയർപോർട്ട് വരെ രണ്ടുപേരുടെയും ടിക്കറ്റ് ചേർത്ത് 13,000 രൂപയാണ് ആയത്. ബാഗ്ദോഗ്ര എയർപോർട്ടിൽ നിന്നും പെഷോക്കിലുള്ള നമ്മുടെ റിസോർട്ട് വരെ ക്യാബ് ചാർജ് ആയത് 3000 രൂപയാണ്. 3 മണിക്കൂറായിരുന്നു യാത്രാ സമയം. കുറച്ചുകൂടി ചിലവ് ചുരുക്കി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ടാക്സിയും യൂസ് ചെയ്യാം. നിശ്ചിത സമയങ്ങളിൽ മാത്രമായിരിക്കും ഷെയർ ടാക്സി സർവീസ് ഉണ്ടായിരിക്കുക. അങ്ങനെ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലവേഴ്സ് വ്യൂ പോയിന്റ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ കടന്നു വന്ന സിക്കിമിൽ നിന്നുള്ള തീസ്ത നദിയും ഡാർജിലിംഗ് ഭാഗത്തു നിന്നുള്ള രംഗീത് നദിയും ഒത്തുചേരുന്ന ഒരു സംഗമമാണ് ഈ ഒരു ലവേഴ്സ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. 2 നദികൾക്കും 2 നിറങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചേരുന്ന പോർഷനെയാണ് ഈ ഒരു ലവേഴ്സ് വ്യൂ പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇത് രംഗീത് റിവർ ആൻഡ് തീസ്ത റിവർ मिलता है एक ही साथ. ഈ നദിയുടെ 3 ഭാഗങ്ങളെ പറ്റിയും ഡോണജി നമുക്ക് വിശദമായി പറഞ്ഞു തന്നു. ഒരു വശം കലിംപോങ് ആണ്, വേറൊരു വശം സിക്കിമും അടുത്ത വശം ഡാർജിലിംഗുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ത്രിവേണി എന്നും പറയപ്പെടുന്നു. നാട്ടുവർത്തമാനങ്ങളിൽ രംഗീത് നദിയെ ഒരു കാമുകനായും തീസ്തയെ ഒരു കാമുകിയുമായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. കാലങ്ങളായുള്ള അവരുടെ കാത്തിരിപ്പ് അവസാനിക്കുന്ന, അവർ ഒന്നിച്ചു മാറുന്ന ഈ പുണ്യഭൂമിക്ക് ലവേഴ്സ് വ്യൂ പോയിന്റ് എന്നല്ലാതെ അനുയോജ്യമായ മറ്റൊരു പേര് നൽകാനില്ല. സമയം ഏകദേശം ഉച്ച 2 മണി കഴിഞ്ഞിരുന്നു. നമ്മുടെ ഡ്രൈവറായ ഡോണജിയുടെ പ്രണയ കഥ കൂടി കേട്ടിട്ടാണ് നമ്മൾ റിസോർട്ടിലോട്ട് എത്തുന്നത്. ആളുടെ പ്രണയവും ഒളിച്ചോട്ടവും കല്യാണവും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹിമാലയൻ ഹൈറ്റ്സ് എന്ന ഹോം സ്റ്റേ ആണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. പെഷോക്കിലെ 12th മൈലിലുള്ള ഹിമാലയൻ ഹൈറ്റ്സ് ഹോം സ്റ്റേ
ചായത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട പ്രകൃതിയുടെ മടുത്തട്ടിലുള്ള ഒരു കൊച്ചു സ്വർഗമാണ്. അബി ആരോ ഹമര ഹീറോ. നമ്മളെ സേഫായി ഹിമാലയൻ ഹൈറ്റ്സിൽ എത്തിച്ചതിന് ശേഷം ഡൊണാജി തിരികെ പോവുകയാണ്. നമ്മളെത്തിയ മാസത്തിൽ ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് പൂർത്തിയായി കഴിഞ്ഞ് കാണും. ഈ ഒരു മലനിരകളുടെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ സിക്കിം തീരുന്നത് വരെയും കണ്ടിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് മനോഹരമായ പൂക്കളുടെ കളക്ഷനായിരുന്നു. ഏതൊരു ഹോം സ്റ്റേയിൽ പോയാലും ഇതൊരു മെയിൻ അട്രാക്ഷനാണ്. ഇവിടെയുള്ള ഏത് ഹോം സ്റ്റേയിൽ ചെന്നാലും അവരുടെ കിച്ചൺ ഗാർഡനിൽ ഒരു കാഴ്ച സ്ഥിരമായി കാണാം. ഈ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടികൾ ഇത് മറ്റൊന്നുമല്ല, ഇവിടുത്തുകാരുടെ സ്വന്തം റായോ സാഗ് അഥവാ മസ്റ്റാർഡ് ഗ്രീൻസ്. ഇവിടുത്തെ തദ്ദേശീയമായ ഒരു പ്രധാന ഇലക്കറിയാണിത്. നമ്മൾ കഴിച്ച നാടൻ ഭക്ഷണങ്ങളിലെല്ലാം ഇതിൻ്റെ ഒരു രുചി ഉണ്ടായിരുന്നു. ശുഭംജിയുടെ ഈ ഒരു ഹോം സ്റ്റേയിൽ കൂടുതലും അവരുടെ തന്നെ കൃഷിയിലൂടെ വിളവെടുത്ത പച്ചക്കറികളാണ് എല്ലാ ഭക്ഷണത്തിലും ഉപയോഗിച്ചിരുന്നത്. നമ്മളെത്തിയപ്പോൾ 2 മണി കഴിഞ്ഞിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ലഞ്ച് ശുഭംജിയാണ് അറേഞ്ച് ചെയ്തത്. ഹോം സ്റ്റേയിൽ തന്നെ വളരെ സ്വാദിഷ്ടമായ ഒരു ലഞ്ചാണ് നമ്മൾ കഴിച്ചത്. ശുഭംജിയുടെ അമ്മയായിരുന്നു പാചകം. മുട്ട റോസ്റ്റ്, പിന്നെ കോളിഫ്ലവറും ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇട്ടൊരു മെഴുക്ക് വരട്ടി, ബ്രിഞ്ചൽ ഫ്രൈ, നല്ല അച്ചാർ, നല്ല നോർത്ത് ഇന്ത്യൻ പപ്പടം, ഇതൊക്കെയായിരുന്നു. പിന്നെ കാലാദാലിൻ്റെ ഒരു ദാൽ കറി. നമ്മളവിടെ എത്തിയത് ഫെബ്രുവരി ലാസ്റ്റും മാർച്ച് ഫസ്റ്റും ഒക്കെ ആയതുകൊണ്ട് വിൻ്ററിൻ്റെ ലാസ്റ്റ് സ്റ്റേജും സ്പ്രിംഗ് ടൈമിൻ്റെ സ്റ്റാർട്ടിങ്ങുമായിരുന്നു. മലനിരകളിൽ പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങുന്ന വസന്തകാലം. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. ഈ നല്ല തണുപ്പുള്ള കാലാവസ്ഥയും കൂടെ കഴിക്കാൻ നല്ല ആവി പറക്കുന്ന ചൂട് നാടൻ ഭക്ഷണവും ശരിക്കും അതൊരു ബെസ്റ്റ് കോംബോ ആയിരുന്നു. സമയം ഏകദേശം 4 മണി അടുപ്പിച്ചാവാറായി. ബാക്കി ഹിമാലയൻ ഹൈറ്റ്സിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ പാർട്ട് 3യിൽ ഞങ്ങൾ വരുന്നതായിരിക്കും.